ഹായ് ഓൾ, വെൽക്കം ടു CC Plus. ഞാൻ അനന്ത്. ഇപ്പം എല്ലാവരും എൻ്റെ പുറകിൽ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടിട്ടുണ്ടാവും കുറേ കുട്ടികളുടെ ഫോട്ടോ അല്ലേ. നമ്മുടെ നവോദയ 2025 എൻട്രൻസ് ബാച്ചിലെ വിജയികളാണ്. നമുക്ക് ഈ പ്രാവശ്യം 170+ റിസൾട്ടുകളാണ് വന്നിട്ടുള്ളത്. ഈ ഒരു പോസ്റ്റർ അല്ല, നമുക്കിപ്പോൾ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നതിൽ ഒരു പോസ്റ്റർ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. എല്ലാ പ്രാവശ്യവും ഇപ്പം കഴിഞ്ഞ 2-3 വർഷങ്ങളായി തന്നെ നമ്മൾ നല്ല രീതിയിൽ ഓരോ വർഷങ്ങളിലും മുന്നോട്ട് തന്നെയാണ് CC Plus പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2023, 24, 25 എത്തിയപ്പം അത് 170+ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ജില്ലയിലേക്ക് ഇപ്പം നമുക്ക് 14 ജില്ലകളിലായിട്ട് 14 സ്കൂളുകളാണുള്ളത്. അപ്പം ഈ 14 സ്കൂളുകളിലേക്കും നമ്മുടെ കുട്ടികളാണ് പോയിരിക്കുന്നത്. ഏത് ജില്ലയെടുത്ത് ഏത് നവോദയയിൽ പോയാലും ഫ്രം ദ 2023 ബാച്ച് 2024 ആൻഡ് 2025 നമുക്ക് എല്ലാ ജില്ലകളിലും മോർ ദാൻ 5 സ്റ്റുഡൻസ് അവിടെ ഉണ്ടാവും. ആ ഒരു കണക്ക് തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താണ് പോകുന്നത്. എന്താ പറയുക, ഈ പ്രാവശ്യം നമുക്ക് വളരെയധികം സന്തോഷമായിരുന്നു. എക്സാം കുറച്ച് അവരെ എളുപ്പമാക്കിയെങ്കിലും കുറച്ച് ടഫായിരുന്നു. പെട്ടെന്നൊന്നും അവർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. നല്ല രീതിയിൽ കോച്ചിങ് എടുത്ത കുട്ടികൾ, ലോങ് ടേം ആയിട്ട് ലോങ് ബാച്ചിലെ കോച്ചിങ് എടുത്ത കുട്ടികളാണ് ഏറ്റവും കൂടുതൽ വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്കുള്ള ഒരു ഡൗട്ടാണ്, ഇനി ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, എപ്പോഴാണ് ഇത് അപ്ലൈ ചെയ്യേണ്ട സമയം എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇപ്പോൾ 5ാം ക്ലാസ്സിലേക്ക്, ഇപ്പോൾ ഒരു വെക്കേഷൻ ടൈമാണ്, ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നത് വെക്കേഷൻ ടൈമിലേക്കായിരിക്കും. വെക്കേഷൻ കഴിഞ്ഞ് നിങ്ങളുടെ കുട്ടികൾ 5ാം ക്ലാസ്സിലേക്ക് കയറുകയാണ് എങ്കിൽ അവർക്കാണ് ഇത് എഴുതാൻ പറ്റുക. 5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എഴുതുന്ന എക്സാം എന്ന് പറയുന്നത് 6th വേണ്ടിയുള്ള എൻട്രൻസ് എക്സാമാണ്. അതേപോലെ ഇപ്പോൾ 8ലേക്ക്, ഇനി വെക്കേഷൻ കഴിഞ്ഞ് 8ാം ക്ലാസ്സിലേക്ക് കയറുന്ന കുട്ടികൾക്ക് 9th സ്റ്റാൻഡേർഡിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയുള്ള എക്സാമാണ് എഴുതേണ്ടത്. അതേപോലെ വെക്കേഷൻ കഴിഞ്ഞ് 10ാം ക്ലാസ്സിലേക്ക് കയറിയ മിടുക്കന്മാരും മിടുക്കികളും എഴുതാൻ പോകുന്നത് JNBയുടെ 11ാം ക്ലാസ്സിലേക്കുള്ള എൻട്രൻസ് എക്സാമിനാണ് കേട്ടോ. അപ്പം ഈ 3 കാറ്റഗറി ആയിട്ടാണ് നവോദയ സ്കൂളുകളിലേക്കുള്ള എൻട്രൻസ് എക്സാം നടക്കുന്നത്. അപ്പോൾ ഈ 6ാം ക്ലാസ്സിൽ മാത്രമാണ് സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ 80 എന്നുള്ള ഒരു ഫിക്സഡ് കണക്കുള്ളത്. ബാക്കി എല്ലാത്തിലും ഈ പറയുന്ന 9th സ്റ്റാൻഡേർഡിലേക്കും +1ലേക്കുമുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത് വേക്കൻസി ഓഫ് സീറ്റ്, അവിടെ വരുന്ന വേക്കൻ്റ് ആയിട്ട് വരുന്ന സീറ്റുകൾ, മീൻസ് നിർത്തിപ്പോയ കുട്ടികൾ, 10ാം ക്ലാസ്സോടെ നിർത്തിപ്പോയ കുട്ടികൾ, അല്ലെങ്കിൽ 9ാം ക്ലാസ്സിലേക്ക് നിർത്തിപ്പോയ കുട്ടികൾ. അപ്പോൾ അങ്ങനെ വരുന്ന സീറ്റുകളിലേക്ക് വേണ്ടിയുള്ള എക്സാം നടത്തുന്നതാണ് ഈ 9th +1 ഉള്ളത്. അപ്പോൾ അവിടെ ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റാണ് ഉള്ളതെന്ന് പേരൻസ് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ 3 ആൾക്കാർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. നമുക്ക് ഒരുപാട് റിസർവേഷൻ കാര്യങ്ങളും അതേപോലെ തന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. ഒരേ ജില്ലയിൽ തന്നെ പഠിക്കണം, അതേപോലെ ഒരേ ജില്ലയിൽ തന്നെ റെസിഡൻസ് ആയിട്ടുള്ളവർക്ക് ആ ഒരു സെയിം ജില്ലയിലെ നവോദയ സ്കൂളിലേക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ഇപ്പോൾ വേറൊരു ഡിസ്ട്രിക്റ്റിലുള്ള കുട്ടിക്ക് വേറൊരു ഡിസ്ട്രിക്റ്റിലേക്ക് 6th നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 11th വരുമ്പോൾ നമ്മൾ എടുക്കുന്ന സ്ട്രീം, ഇപ്പം സയൻസ്, അതേപോലെ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് എന്ന് പറയുമ്പോൾ ആ സ്ട്രീമുകൾ എവിടെയാണോ ഉള്ളത് ആ ഒരു ജില്ലയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിലൊരു പ്രശ്നമില്ല. പക്ഷേ 6th 9th വരുമ്പോൾ നമ്മൾ പഠിക്കുന്നത് സെയിം ജില്ലയിലായിരിക്കണം, താമസിക്കുന്നത് സെയിം ജില്ലയായിരിക്കണം, നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആ ജില്ലയിലേക്ക് തന്നെ ആകും ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം ഇനി അടുത്തൊരു കാര്യം എല്ലാവർക്കും പറയുന്നത്, കോച്ചിങ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ പേരൻസിനോടാണ് എൻ്റെ ചോദ്യം. ഇപ്പം നിങ്ങൾ നല്ലൊരു ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം എടുക്കുകയാണ്. ഇപ്പം നമ്മൾ PSC പോലുള്ള എക്സാംസ് എടുക്കുകയാണെങ്കിലും എത്രയോ കോച്ചിങ് സെൻറ്ററുകളിൽ പോയി ആൾക്കാർ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുന്നത് അല്ലേ. അപ്പം അതേപോലെ തന്നെ ആൾക്കാർ എഴുതുന്നതാണ്. അറൗണ്ട് നമ്മുടെ ഓൾ ഇന്ത്യ എടുക്കുമ്പോൾ 25 lakh+ സ്റ്റുഡൻസ് ആണ് ഒരു വർഷം നവോദയ എക്സാം എഴുതുന്നത് ഓൾ ഇന്ത്യയിൽ. അപ്പോൾ നമ്മുടെ കേരളത്തിൽ അതിനനുസരിച്ച് അടിയുണ്ട്. ഈ 80 സീറ്റിന് വേണ്ടി മിനിമം ഒരു ജില്ലയിൽ 5000 പേര് എഴുതുന്നുണ്ടാവും. അത്ര ടൈറ്റ് ആയിരിക്കും. അതിൽ നിന്നാണ് ഈ 80 പേർ കിട്ടുക. അപ്പം നല്ലൊരു കോച്ചിങ് എടുക്കുന്ന കുട്ടികൾക്ക് തീർച്ചയായും കിട്ടും. ഇപ്പോൾ CC Plus ഞങ്ങൾ പറയുവാണെങ്കിൽ CC Plus കയറുന്ന കുട്ടികൾക്ക്, നമ്മുടെ ബാച്ചിൽ ലോങ് ടേം ബാച്ചിൽ കയറുന്ന കുട്ടികൾ നമ്മൾ പറയുന്ന രീതിയിൽ മെന്റർ സപ്പോർട്ട് ഇരുന്ന് പഠിക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എന്ത് കിട്ടും? അഡ്മിഷൻ കിട്ടും. അത് നമ്മുടെ ഗ്യാരണ്ടിയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇപ്പം നമ്മൾ പറയുന്നത് കേട്ടല്ല, നിങ്ങൾ നമ്മുടെ വീഡിയോസ്, യൂട്യൂബ് ചാനൽസ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ 2023 റിസൾട്ട്, 2024 റിസൾട്ട്, ഇപ്പോൾ 2025 റിസൾട്ട്, ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഇവിടെ നിന്ന് നമ്മൾ ഡെലിവർ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്, എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം നിങ്ങൾ നല്ല പോലെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ജോയിൻ ചെയ്താൽ മതി. നമുക്ക് 100% എന്താണ്, നമ്മൾ ടീച്ചേഴ്സായിട്ട് ഞങ്ങൾ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് അത്രമേൽ ഉറപ്പാണ് ഇവിടെ വരുന്ന കുട്ടികളെ നമ്മൾ ജയിപ്പിച്ച് വിടും എന്നുള്ളൊരു കാര്യത്തിൽ.
ഓക്കെ, അപ്പോൾ നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വേഗം തന്നെ അഡ്മിഷൻസ് എടുക്കുക. നമ്മുടെ സ്ക്രോളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ കറക്റ്റായിട്ട് വിളിച്ചു കഴിയുമ്പോൾ നിങ്ങളോട് A to Z നവോദയയുടെ ഡീറ്റെയിൽസ് പറയും. ഓക്കെ, ഇനി ഇതിൽ ഞാൻ പറഞ്ഞു കുറച്ച് റിസർവേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഏതൊരു പരീക്ഷ എടുത്താലും OBC, SC, ST ഇങ്ങനെയുള്ള കാറ്റഗറിക്ക് കുറച്ച് റിസർവേഷൻ ഉണ്ട്. ഇത് കൂടാതെ പെൺകുട്ടികൾക്ക് റിസർവേഷൻ ഉണ്ട്. ഒരു 2% റിസർവേഷൻ പെൺകുട്ടികൾക്കുണ്ട്. അതേപോലെ ഇവരെ രണ്ടായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്, റൂറൽ ഏരിയ, അർബൻ ഏരിയ. ഈ റൂറൽ ഏരിയ, അർബൻ ഏരിയ എന്ന് പറഞ്ഞാൽ, റൂറൽ ഏരിയ എന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന സ്കൂളുകളെ വെച്ചിട്ടാണ് പറയാം. ഇവരിപ്പം ഒരു പഞ്ചായത്തിന്റെ കീഴിലുള്ള സ്കൂളിൽ ഉള്ള ഇതാണ് പഠിക്കുന്നതെങ്കിൽ നമ്മൾ അവരെ റൂറൽ കാറ്റഗറിയിൽ പെടുത്തും. ഇനി മറിച്ച് ഒരു മുനിസിപ്പാലിറ്റിയുടെ കീഴിലാണ് ആ സ്കൂൾ ഇരിക്കുന്നത്, ഒരു മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിൽ വരുന്ന ഒരു സ്ഥലത്താണ് എങ്കിൽ അവർ അർബൻ കാറ്റഗറിയിൽ വരും. അർബൻ കാറ്റഗറിയിൽ വരുമ്പോൾ നമുക്ക് കുറച്ച് റിസർവേഷൻ ഒക്കെ കുറവാണ്. നമ്മൾ അത്യാവശ്യം പഠിച്ച് തന്നെ നേടണം. എങ്കിലും OBC റിസർവേഷൻ, SC, ST റിസർവേഷൻ ഈ അർബൻ ഏരിയയിലും ഉണ്ട്. 75% സീറ്റും പോകുന്നത് റൂറൽ ഏരിയയിലാണ്. റൂറൽ ഏരിയ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ തന്നെ 3ാം ക്ലാസ്സും 4ാം ക്ലാസ്സും 5ാം ക്ലാസ്സും റൂറൽ ഏരിയയിലുള്ള പഞ്ചായത്തിന്റെ ഇതിൽ വരുന്ന റൂറൽ ഏരിയയിലുള്ള സ്കൂളിൽ പഠിച്ചാൽ മാത്രമേ നമ്മൾ റൂറൽ കാറ്റഗറിയിൽ വരത്തുള്ളൂ. ഒരു സ്കൂളെങ്കിലും അർബനിൽ പഠിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ അർബൻ കാറ്റഗറിയിലായിരിക്കും വരിക. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ കാറ്റഗറി ഡിവൈഡ് ചെയ്യുക. അപ്പൊ അർബൻകാർക്ക് 25%, റൂറൽ കുട്ടികൾക്ക് 75% സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്. ഇവർ മെയിൻ ആയിട്ട് റൂറൽ ഏരിയ ഇങ്ങനെ തിരിച്ചിരിക്കുന്നത് പാവപ്പെട്ട കുട്ടികളെ ഫോക്കസ് ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഇവർ തന്നിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള നമ്മുടെ നവോദയനെ പറ്റി അറിയാനുള്ള കാര്യങ്ങളൊക്കെ എന്താണോ എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് യൂട്യൂബിൽ കമൻ്റ് ആയിട്ട് ചോദിക്കാം. അതർവൈസ് നമ്മുടെ ബോർഡ് നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ഫുൾ എൻക്വയറി ചെയ്യാവുന്നതാണ്. എപ്പോഴാണ് ബാച്ച് ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ക്ലാസ് ടൈമിംഗ് വരുന്നത്, എന്തൊക്കെയാണ് ഇതിനകത്തുള്ള മെൻറ്റർ സപ്പോർട്ട്, എങ്ങനെ നമുക്ക് ആപ്പ് ഉണ്ട്, ആപ്പിൽ റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകളും ഓപ്ഷൻസും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് നമ്മുടെ ബോർഡ് നമ്പറിൽ വിളിക്കുക. അപ്പോൾ ബാക്കിയെല്ലാം അവർ പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വരാം. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ.